ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീബുൽ കലാം, മനോഹരമായി മനുഷ്യരോട് സംസാരിക്കലാണ്. വൈ ത്വാമുത്താം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കാനും പഠിപ്പിച്ച ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാണ്. ജാതിയുമായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ബഹളവും പടക്കം പൊട്ടിക്കലും അതും ഇതുമായിട്ട് ശബ്ദമലിനീകരണവും എന്താ പറയാ, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് നബിയോടുള്ള സ്നേഹം കാണിക്കുക. ചിലപ്പോൾ ഇതിപ്പോ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചെലവ് സോഷ്യൽ മീഡിയയിലായിട്ട് 2 ദിവസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണിത്. എടി പെണ്ണെ, നിന്റെ ഒരു കുട്ടികൾക്കോ നിന്റെ വീട്ടിലൊരാൾക്കോ പിറന്നാൾ വരുന്ന സമയത്ത് നീ ആഘോഷിക്കൂലേ? ജാതി, മതം, രാഷ്ട്രീയം ഇതെല്ലാം കൊണ്ടുവന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഭൂമിയിലുള്ള ഈ ഗുണ്ടായിസം. മുസ്ലിങ്ങളായ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല, അതൊക്കെ പറയുന്നൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഓണം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ മൊത്തം ആൾക്കാരുടെ ഒരു ആഘോഷമാണ്. അതിലെനിക്ക് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ പിറന്ന ഓരോ ജനതയുടെയും ആഘോഷമാണ്. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻസ് എന്നോ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെന്നോ ഹൈ ടീമിലെ ആൾക്കാരെന്നോ ഒരു വേർതിരിവൊന്നുമില്ല. സത്യത്തിൽ നാദിയ ഈ മുസ്ലിം സമുദായത്തെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. മറ്റൊന്നും കൊണ്ടല്ല, നാദിയയുടെ വാക്കുകൾ കേട്ടില്ലായിരുന്നെങ്കിൽ ഈ നബിദിനത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം അത് നബിദിനത്തിന് അന്ന് പൊട്ടുകയും മുസ്ലിം സമൂഹത്തിന്റെ ഈ പൈസയൊക്കെ വെറുതെ പാഴായി പോയന. പൊന്നാര നാദിയ, മുസ്ലിം സമുദായത്തിന്റെ ആഘോഷങ്ങളിൽ എവിടെയെങ്കിലും മനുഷ്യർക്ക് ഗുണമല്ലാത്ത എന്തെങ്കിലും സംഗതികൾ കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ ചെറിയ പെരുന്നാളിന് തൊട്ടു മുന്നോടിയായിട്ടുള്ള റമദാൻ വരുമ്പോൾ നമ്മൾ എന്താണ് കാണാൻ കഴിയുന്നത്? ലക്ഷക്കണക്കിന് രൂപ, അതിലെ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷ്യധാന്യ കിറ്റുകളൊക്കെ ജാതി മതഭേദമന്യേ എല്ലാ സമൂഹം ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കാണുന്നതാണ്. ഇനി പെരുന്നാളായി കഴിഞ്ഞാലോ ഫിത്ർ സക്കാത്തിന്റെ അരി, 10 കണക്കിന് അരി വിതരണം ചെയ്യപ്പെടുകയാണ്. ഇനി വലിയ പെരുന്നാൾ വന്നാലോ അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മാംസം മനുഷ്യരിലേക്ക് എത്തപ്പെടുകയാണ്, ഭക്ഷ്യ വിഭവങ്ങൾ ആളുകളിലേക്ക് എത്തപ്പെടുകയാണ്. ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും എല്ലാവർക്കും അതിൻ്റെ ആചാരങ്ങൾ ലംഘിക്കുന്നത് വരെ, ഈ കേരളം അല്ലെ ഗവൺമെൻറ് ലംഘിക്കുന്നത് വരെ നിൻ്റെയൊന്നും വർത്തമാനം കേട്ടിട്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. നബിദിനം ആ നബിയുടെ ദിനമാണ്. അന്ന് അവർ റാലി നടത്തും. ഇന്ന് വരെ അവർ റാലി നടത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? നബിദിനം വന്നാലോ ഇതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് ഓരോ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളും ഭക്ഷണം ഉണ്ടാക്കി ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വിതരണം ചെയ്യാൻ. മനുഷ്യർക്ക് അനുഗുണമല്ലാത്ത ഒരു ആഘോഷവും ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, ഇവിടെ പല ആഘോഷങ്ങളും നടക്കുന്നുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപയുടെ പടക്കങ്ങൾ ആകാശത്ത് പൊട്ടുമ്പം 2 കിഡ്നി നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ മാനത്തേക്ക് നോക്കി ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെയും സന്തോഷവും ആഘോഷവും അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷം മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ മറ്റുള്ളവർക്ക് അപരന് ഉപകാരമില്ലാത്ത എന്തെങ്കിലും ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിയത്തില്ല. പല ആഘോഷങ്ങളും പല സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പത്രത്തിൽ നമുക്ക് കാണാം 18 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇവിടെ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, നബിദിനം ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും വാർത്ത ഇല്ല. നബിദിനമാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും അതൊക്കെ കൊണ്ട് മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഉപകാരം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നാദിയ, ചാരിറ്റി, ദയവ് ചെയ്ത് ചാരിറ്റി ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത്. അപ്പൊ നാദിയ തന്നെ കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഇവിടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മനുഷ്യരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടില്ല ഇല്ല. നാദിയയുടെ അധിക റിയാക്ഷൻ വീഡിയോയും ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ലഭ്യരാക്കാൻ വേണ്ടിയും ആക്ഷേപിക്കാൻ വേണ്ടിയും ആകുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ എന്തെങ്കിലും പ്രയാസവുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് ഈ ചാരിറ്റി പഠിപ്പിക്കുന്നത്? നബിയുടെ പിറന്നാൾ ദിവസം അവർ റാലിയും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം രീതികളൊക്കെ അവർ നാട്ടുകാർക്ക് കൂടി വിതരണം ചെയ്തുകൊണ്ടാണ് അവർ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അവരുടെ സന്തോഷം നബിദിനം അവർ ആഘോഷിക്കും. നിങ്ങൾ ആഘോഷിക്കുന്നില്ലേ? വിഷു ആഘോഷിക്കുന്നില്ലേ? ഓണം ആഘോഷിക്കുന്നില്ലേ?
നിൻ്റെ പിറന്നാൾ നീ ആഘോഷിക്കുന്നില്ലേ? നിൻ്റെ കുട്ടികളുടെ പിറന്നാൾ നീ ആഘോഷിക്കുന്നില്ലേ? നിങ്ങൾ ആരോടാണ് ഈ ഉപദേശം നടത്തുന്നത്? എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പള്ളിയുടെയും കവാടങ്ങളിൽ ജാതി മത ഭേദമന്യേ എത്ര മനുഷ്യരെ കാണാൻ കഴിയും? അവർ ആ പ്രതീക്ഷയോടുകൂടി ഇവിടെ വരികയല്ലേ. എന്നാൽ വലിയ വലിയ ആഘോഷങ്ങൾ പുറത്തു നടക്കുന്നു. അതിന്റെ കവാടങ്ങളിൽ എവിടെയെങ്കിലും ഒരു കിഡ്നി രോഗിയെ കാണാൻ കഴിയും, ഒരു ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ചാരിറ്റി എന്നും പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കരുത്. പിന്നെ ഒരു നബിദിനം വർഷത്തിൽ ഒരിക്കൽ വരുമ്പം കുഞ്ഞുകുട്ടികൾ ഈ വഴി തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന ഹബീബായ തങ്ങളുടെ അധ്യാപനമാണ്. വഴി തടസ്സപ്പെടുത്താതെ അതിനൊക്കെ പ്രത്യേകമായ വാളണ്ടിയേഴ്സിനെ നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാ സമൂഹം അങ്ങനെയല്ലേ. ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി വരുമ്പം ശോഭയാത്ര നടക്കുന്നു, അവരെത്ര കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടി സമീപത്തോട് കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകുന്നു. വാളണ്ടിയേഴ്സിന് ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് വണ്ടികളൊക്കെ യഥേഷ്ടം വിടാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഗ്രഹാതുരത്വമാണ്, നമ്മുടെ നാടിന്റെ പാരസ്പര്യം കൂടിയാണ്. ഇപ്പൊ നമ്മുടെ നബിദിന റാലി പോകുന്ന സമയത്ത് മറ്റു സമൂഹങ്ങൾ വെള്ളം കൊടുക്കുന്നു, അവരെ യാത്ര പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു ഗ്രഹാതുരത്വം. പക്ഷേ ഈ പറയുന്ന വ്യക്തി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ സത്യാവസ്ഥയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനുമൊക്കെ പണ്ട് കുട്ടിക്കാല സമയത്ത്, കുട്ടിയായിരുന്ന സമയത്ത്, ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ വരും. ആ സമയത്ത് അമ്മയൊക്കെ ചാക്കെടുത്തിട്ടാണ് വരിക. നമ്മുടെ തൊട്ടപ്പുറത്തെ മുസ്തഫാൻ്റെ വീട്ടിൽ, മുസ്തഫയല്ല ഗോട്ട് മുസ്തഫ എന്നാണ് വിളിക്കുക, ഗോട്ട് മുസ്തഫ. അപ്പോൾ പറഞ്ഞു പോയി, ഒരു ഗോട്ട് മുസ്തഫ എന്ന് പറഞ്ഞൊരു നല്ലൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയെടുത്തൊരു വ്യക്തിയായിരുന്നു. അവർന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും, ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. നമുക്ക് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ഫോണായിരുന്നു, ചെറിയൊരു ഫോണായിരുന്നു വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വ്യക്തി പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കിയേ. പെരുന്നാളിൻ്റെ സമയത്ത് അവർ അർഹതപ്പെട്ടവനെന്നോ പൈസക്കാരെന്നോ താഴ്ന്നവരെന്നോ ജാതിയെന്നോ മതമെന്നോ രാഷ്ട്രീയമെന്നോ നോക്കിയിട്ട് അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാറില്ല. എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശം വെച്ചുകൊണ്ട് അവർ ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ ഇവിടെ നടന്നോട്ടെ, ഇതൊക്കെ നല്ല കാര്യമല്ലേ. ഇത് കുരുപൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി കുരുപൊട്ടുക. ഇവിടെ നബിദിനാഘോഷം നടക്കും, കുട്ടികൾ റാലി പോകും, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലി പോകും. അത് പൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി പൊട്ടുക. നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾക്ക് പൊട്ടും. നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും ചെയ്യും. അതുകൊണ്ട് അതിന് എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെന്റ് നോക്കിക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യമാണ്, ഏതൊരു പുണ്യപുരുഷന്റെ ജന്മദിനമാണോ ഇവിടെ ആഘോഷിക്കുന്നത്, ആ പുണ്യപുരുഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനുരുചരൻ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടി, മോനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവുൽ കലാം, മനോഹരമായി മനുഷ്യരോട് സംസാരിക്കലാണ്. ത്വാമുത്താം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കാനും പഠിപ്പിച്ച ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാണ്. ആദ്യം ഒറ്റ കാര്യം പറയാനുള്ളൂ, ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. അതേപോലെ തന്നെ ഈ ഉസ്താദിൻ്റെ നല്ലൊരു വാക്ക് ഞാൻ ഈ 2 ദിവസം മുമ്പിട്ട് ഞാൻ കേട്ടിരുന്നു. ഈ ഉസ്താദ് സഹായിച്ചൊരു വ്യക്തിയായിരുന്നു ബിന്ദു ചേച്ചി. ബിന്ദു ചേച്ചി നിങ്ങൾ കണ്ടിരുന്നിട്ടുണ്ടാവും ആ വീഡിയോ. ഈ ഉസ്താദിൻ്റെ അടക്കം കണ്ണുനീര് വന്നുപോയ ഒരു വീഡിയോ ആയിരുന്നു. ആ ഉസ്താദ് പറഞ്ഞൊരു വാക്കുകളുണ്ടായിരുന്നു. അവർക്ക് ഒരു നിവൃത്തിയുമില്ലാത്ത സമയത്തെ ഈ ഉസ്താദിൻ്റെ അടുത്താണ് കയറി ചെന്നത്. ഈ ഉസ്താദ് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് അവർക്ക് ഇപ്പോൾ ഒരു നല്ലൊരു വീട് കിട്ടിയിരിക്കുകയാണ്. ആ വീട് കിട്ടിയ സമയത്ത് ആ ബിന്ദു ചേച്ചി എന്താ ചെയ്തതെന്നറിയോ? നിങ്ങളെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട വീഡിയോ ആയിരിക്കും അത്. ആ ബിന്ദു ചേച്ചി അവർക്ക് കിട്ടിയൊരു പൈസയുടെ പങ്കിൽ നിന്ന്, അതിപ്പോൾ ലക്ഷങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു 100 രൂപ മാറ്റിവെക്കുന്നത് നല്ലതാണ്. ആ ബിന്ദു ചേച്ചി ചെയ്തൊരു കാര്യമുണ്ട്. അവർക്ക് കിട്ടിയ ആ പൈസയിൽ നിന്ന് ഒരു പങ്ക്, അത് എത്ര ഏതാണെന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഒരു പങ്ക് ഈ ഉസ്താദിൻ്റെ കയ്യിലാണ് കൊണ്ടുകൊടുത്തിട്ടുള്ളത്. ഈ ഉസ്താദിൻ്റെ കൈകളിലാണ് കൊണ്ടുകൊടുത്തിട്ടുള്ളത്. ആ ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു, വേണ്ട 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 എന്ന്. ലാസ്റ്റ് ആ ബിന്ദു ചേച്ചി പറയുന്നുണ്ട്, എന്നെപ്പോലെ തന്നെ ഇതുപോലെയും ഒരുപാട് വ്യക്തികൾ ഉസ്താദിനെ കാണാൻ വരും. ഈ നല്ലയായ ഉസ്താദിനെ, ഈ നല്ല മനുഷ്യനെ കാണാൻ വരും. ഇന്നില്ലെങ്കിൽ നാളെ കാണാൻ വരും. അപ്പോൾ ഈ പൈസ ആ വരുന്ന വ്യക്തികൾക്ക്
ഉസ്താദ് കൊടുക്കുക. ഞാനൊരു സുപ്രഭാതത്തിൽ ഇവിടെ വന്ന സമയത്ത് എന്നെ സഹായിച്ച പോലെ ഇനിയും ഒരുപാട് പേർ ഉസ്താദിനെ കാണാൻ വരും. ആ സമയത്ത് ഈ പൈസ ഉസ്താദ് അവർക്ക് കൊടുക്കൂ എന്നുള്ള ആ സംസാരത്തിൻ്റെ ഒരൊറ്റ ആ സംസാരത്തിൻ്റെ മേലെ ഈ ഉസ്താദിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഉസ്താദിനെയൊക്കെ പോലുള്ള ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരമല്ല. നീയൊക്കെ പറഞ്ഞ ആ സംസാരമില്ലേ, പറയുന്ന കാര്യങ്ങൾ 100% ഞാൻ ഈ പറഞ്ഞ ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ 100% ശരിയെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നബിദിനം കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരെ വേണ്ടപ്പെട്ട ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാലോ നിങ്ങൾ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഈ ആഘോഷം കഴിഞ്ഞപ്പോൾ കോടിക്കണക്കിന് മദ്യങ്ങളാണ് വിറ്റ് തീർത്തത്. കോടിക്കണക്കിന് മദ്യങ്ങളാണ് വിറ്റ് തീർത്തത് എന്നുള്ളൊരു ന്യൂസ് ഇവരെ പോലത്തെയുള്ള അവരുടെ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഓരോരാളുടെ വിശ്വാസം അത് മനസ്സിൽ, ഇപ്പം ഞാൻ ഈ കുറിയ തൊട്ടിട്ടുണ്ട്, അതെൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ മേലെ ഞാൻ നാളെ വേറെ ആളെ പോയിട്ട് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാന്യമായിട്ട് ഈ നാട്ടിലോട്ട് നടക്കാൻ പറ്റുമോ? ഓരോരാളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ആരും കയ്യേറാതിരിക്കുക. ഇപ്പം അവൾ പറഞ്ഞല്ലോ നബിദിനത്തിൻ്റെ അന്ന് എന്തിനാണ് ഇങ്ങനെ റാലി വെക്കുന്നതെന്ന്. അവർ റാലി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമാണ് അവർ റാലി വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരുപാട് വ്യക്തികൾ റാലിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ? ആ സമയത്തൊക്കെ ഈ ശ്രീകൃഷ്ണ ജയന്തി കാണാനും പങ്കെടുക്കാനും ഒരുപാട് ഈ കേരളത്തിലെ ഇന്ന് ജാതി മതം അങ്ങനത്തെ ഒന്നും ഞാൻ എവിടെയും കണ്ടുവരുന്ന സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുകൾ ദാഹജലമായിട്ടും എല്ലാം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലത്തെ വ്യക്തികൾ ദാഹജലം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരെയൊക്കെ നബിദിന സമയത്ത് ഒരുപാട് ആൾക്കാരുകൾ ഈ നടന്നു വരുന്ന കുട്ടികൾക്കായിക്കോട്ടെ എല്ലാവർക്കും കുറച്ച് വെള്ളമാണെങ്കിൽ വെള്ളം അത് കൊടുക്കുന്നില്ലേ? അതിലിടക്ക് നിന്നെ പോലത്തെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പ്രതികരിച്ച് എന്താ ചെയ്യുക? റബീഉൽ അവ്വൽ 12 വർഷത്തിൽ ഒരു ദിവസം ഫുള്ള് ജാതിയുമായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ബഹളവും പടക്കം പൊട്ടിക്കലും അതും ഇതുമായിട്ട് ശബ്ദമലിനീകരണവും എന്താ പറയാ, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് നബിയോടുള്ള സ്നേഹം കാണിക്കുക. ചിലപ്പോൾ ഇതിപ്പോ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഇത്ര അധികം ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രഹസനത്തിന് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ അത് പൈസ ആവശ്യമായിട്ട് വരുന്ന ആളുകളും സമുദായത്തിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയുക, വല്ലോ ചികിത്സാ സഹായമായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ വല്ലോ കല്യാണം നടത്തേണ്ട ആളുകൾക്ക് അങ്ങനെ അല്ലെങ്കിൽ ആർക്കെങ്കിലും